ഹായ് ഫ്രണ്ട്സ്, ആരാമം ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ താമര ട്യൂബേഴ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് താമര ട്യൂബേഴ്സ്, അതും ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് വെച്ചാൽ ട്രോപ്പിക്കൽ വെറൈറ്റീസും ഹാർഡി വെറൈറ്റീസും നമുക്ക് താമരയിലുണ്ട്. അപ്പം നമ്മുടെ താമര വെറൈറ്റീസിൽ ഹാർഡി വെറൈറ്റീസും ട്രോപ്പിക്കൽ വെറൈറ്റീസും ഉണ്ട്. ഹാർഡി വെറൈറ്റീസ് പൂ തരുന്നത് വളരെ കുറവായിരിക്കും, പക്ഷേ പൂക്കൾ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. പക്ഷേ പൂക്കൾ തരുന്ന ഫ്രീക്വൻസി ഭയങ്കര കുറവായിരിക്കും, ഭയങ്കര പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ്, ഹാർഡി വെറൈറ്റീസ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ട്യൂബേഴ്സ് എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ്. എന്ന് വെച്ചാൽ നന്നായിട്ട് പൂ തരുന്ന, ഒരുവിധം വർഷത്തിൽ എല്ലാ സമയവും കിട്ടും. ഭയങ്കര തണുപ്പുള്ള സമയങ്ങൾ മാത്രം, ഡിസംബർ ജാനുവരി ആ സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും നന്നായിട്ട് പൂക്കൾ തരുന്ന കുറച്ച് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഓരോ വെറൈറ്റീസും ആദ്യമേ ഞാൻ പറയട്ടെ, പല ട്യൂബേഴ്സും പല സൈസായിരിക്കും. എല്ലാം വലിയ വലിയ സൈസുള്ള ട്യൂബേഴ്സ് ആയിരിക്കില്ല. നമുക്കെല്ലാം ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, വലിയ ട്യൂബേഴ്സ് വെച്ചാൽ പെട്ടെന്ന് പിടിക്കുമെന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് മിനിമം ഒരു 2 ഗ്രോ ടിപ്പെങ്കിലും വേണം. ഗ്രോ ടിപ്പിലാണ് കാര്യം. ഗ്രോ ടിപ്പ് നല്ല ഗ്രോ ടിപ്പായിരിക്കണം, കറക്റ്റ് മെത്തേഡിൽ നടുക എന്നുള്ളതാണ് താമരയിൽ ഒരു മെയിനായിട്ടുള്ള കാര്യം. അല്ലാതെ വലിയ ട്യൂബർ വേണം. ചിലരിങ്ങനെ വലിയ ട്യൂബറിന് വേണ്ടിയിട്ട് ഇത് ചെറിയതായിപ്പോയി എന്നിങ്ങനെ വിഷമിക്കാറുണ്ട്. അതിലൊന്നും കാര്യമില്ല. നമുക്ക് കിട്ടുന്ന ഗ്രോ ടിപ്പ് നല്ലതായിരിക്കണം, ട്യൂബർ ചെയ്യാത്ത ട്യൂബർ ആയിരിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനത്തെ കുറച്ച് ട്യൂബേഴ്സിനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ കാണുന്നത് അഖില എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ. അഖില എന്നുള്ള വെറൈറ്റിയാണ്. ഇതിനകത്ത് ഒരു ട്യൂബറിൻ്റെ സൈസാണ് ഇത്. പക്ഷേ എല്ലാ ട്യൂബറും ആ സൈസ് ആയിരിക്കണമെന്നില്ല, പല ട്യൂബറും പല സൈസായിരിക്കും. അപ്പോൾ ഒരുവിധം എല്ലാ ട്യൂബറും നല്ല സൈസുള്ള ട്യൂബർ തന്നെയാണ്. അതിനകത്ത് മിനിമം ഒരു 2 ഗ്രോ ടിപ്പിൻ്റെ, ഇത് ഒരു 2 ഗ്രോ ടിപ്പ് വരുന്നതാണ് കണ്ടോ, ലീഫ് വരുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ട്യൂബറൊക്കെ ആയിരിക്കും മാക്സിമം നോക്കിയിട്ട് അയക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഗ്രോ ടിപ്പൊക്കെ ഉള്ള പ്ലാന്റ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് കുറവായിട്ട് ചിലപ്പം കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതെനിക്ക് ഉറപ്പില്ല എങ്ങനെയാണെന്നുള്ളത്. ഇത് തമോ എന്നുള്ള വെറൈറ്റിയുടെയാണ്. തമോ എന്നുള്ള വെറൈറ്റിയുടെ ട്യൂബറാണ്. പെറ്റൽസ് നന്നായിട്ട് ഒത്തിരി പെറ്റൽസ് ഉള്ള, അടുക്കായിട്ട് പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്യൂബറാണ് ഇത്. ഇപ്പം എല്ലാത്തിലും ഒരു സൈസ് ഉണ്ട്, പക്ഷെ പലതിനും ഞാൻ പറഞ്ഞല്ലോ, പലതിനും പല സൈസായിരിക്കും. എനിക്കെല്ലാം ഒരേ സൈസായിരുന്നു എന്ന് അങ്ങനെ ഞാൻ പറയില്ല. അപ്പോൾ പലതും പല സൈസായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് വന്നിട്ട് മിറാക്കിൾ എന്നുള്ള വെറൈറ്റിയുടെ ട്യൂബറാണ്. മിറാക്കിൾ, പക്ഷെ അത് മിറാക്കിൾ എപ്പോഴും പൂ കിട്ടുന്ന വെറൈറ്റി ആയതുകൊണ്ട് തന്നെയും ട്യൂബർ ഭയങ്കര ചെറിയ ട്യൂബേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഭയങ്കര എന്താ പറയുക, മറ്റേ തമോയാക്കിലെയും പോലെയല്ല, കുറച്ച് ചെറിയ ട്യൂബേഴ്സ് ആയിരിക്കും. അത്രയ്ക്ക് വണ്ണമൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും ഞാൻ അങ്ങനെ കൊടുക്കില്ല കേട്ടോ. മിനിമം 2-3 നോടുള്ളത് എടുക്കുള്ളൂ. പിന്നെ അത് അധികം ട്യൂബർ ഇല്ലാതാണ്. അപ്പം നമുക്ക് അത്ര റിസ്ക് എടുത്ത് മിറാക്കിൾ അയക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് അൺനോൺ വെറൈറ്റിയിലെ ഒരു ട്യൂബറിൻ്റെ സൈസ്. ഇതാണ് നമുക്ക് ഏതാണ് എന്നുള്ള കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ID പറയാത്തത്. അപ്പോൾ അതും നല്ല വലിയ ട്യൂബേഴ്സാണ്, എപ്പോഴും പൂ കിട്ടുന്ന വരയ്ക്കുന്നത്. കാരണം എൻ്റെ കയ്യിലിപ്പോൾ ലാസ്റ്റൊക്കെ വളരെ കുറച്ച് ഹാർഡി വെറൈറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിനിമം എല്ലാം ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് ആയിരുന്നു കൂടുതൽ. അപ്പോൾ അതിനകത്ത് ഏതോ ഒരെണ്ണമാണ്, പക്ഷെ എനിക്കറിയില്ല ID. ഇതും വേറൊരു പോട്ടിലെ ID അറിഞ്ഞിടത്ത് ട്യൂബറിൻ്റെ കേട്ടോ. ഇപ്പം അത് നമുക്കിപ്പോൾ അഖില, സുഭദ്ര, കർണ, പിന്നെ പിങ്ക് ക്ലൗഡ്, വൈറ്റ് പിയോണി, ബുച്ച, തമോ, ഇത്രയാണ് ഉള്ളത്. പിന്നെ 1-2 വെറൈറ്റീസ് നമുക്ക് ID മാഞ്ഞു പോയത്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഉണ്ട്. പക്ഷെ അതും ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും എല്ലാം ഇടാം. പിന്നെ ഇതൊരു കോംബോ ആയിട്ടും കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ടും മേടിക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ID നോക്കി വാങ്ങിക്കാവുന്നതാണ്. കോംബോയിലാകുമ്പോഴത്തേക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തായാലും ഒരു ട്യൂബർ മറ്റേ അൺനോൺ വെറൈറ്റി ഉണ്ടായിരിക്കും കേട്ടോ. അത് ഈ വെറൈറ്റിയിലൊന്നും ഇല്ലാത്ത സംഭവമാണ്, പക്ഷെ നമുക്ക് ID അത്രയ്ക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളത് ഇത് പേര് പറയാത്തത്. എന്നുള്ള ട്യൂബറാണ് പീക്ക് ഓഫ് പിങ്ക്. ഇതൊക്കെയാണ് പീക്ക് ഓഫ് പിങ്ക്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ,
ഇത് കൂടുതലും നമുക്ക് വലിയ ട്യൂബേഴ്സൊക്കെ വളരെ കുറവാണ്, കൂടുതലും റണ്ണറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് ആദ്യം ഓർഡർ ചെയ്യുന്ന വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതിൻ്റെ ട്യൂബർ കാണുള്ളൂ കേട്ടോ. പിന്നെ ട്യൂബർ വീക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അയക്കത്തില്ല. ഓക്കെ, കൂടുതൽ റണ്ണറാണ് അതിനകത്ത്. ഇത് പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സാണ്. പിങ്ക് ക്ലൗഡും ഇതുപോലെ റണ്ണറാണ് കൂടുതൽ, ട്യൂബർ വളരെ കുറവാണ്. അപ്പോൾ വളരെ കുറച്ച് ട്യൂബർ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടോ പിങ്ക് ക്ലൗഡ്. പിങ്ക് ക്ലൗഡൊക്കെ എപ്പോഴും പൂ തരുന്ന വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെയും ട്യൂബർ ഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വെച്ചാലും പെട്ടെന്ന് പിടിച്ചു കിട്ടും, അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ്. പക്ഷെ എന്നാലും എന്താ ട്യൂബർ ഫോം ചെയ്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ടബ് അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് പിങ്ക് ക്ലൗഡൊക്കെ ട്യൂബറുകൾ കിട്ടത്തുള്ളൂ. ഇതാണ് ട്യൂബർ. അപ്പം അതിൽ നിന്ന് നല്ലത് നോക്കി മാത്രമേ അയക്കത്തുള്ളൂ. കർണ എന്നുള്ള വെറൈറ്റിയുടെ ട്യൂബറാണ് കർണ. വിവിധ സൈസ് ഇതൊക്കെ ആയിരിക്കും. ഇതാണ് കർണയുടെ ട്യൂബർ. ഐഡിയ അറിഞ്ഞിടാത്ത ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ പലതും പല സൈസ് ആയതുകൊണ്ടും ട്യൂബറൊക്കെ നല്ലതാണ്, പക്ഷെ എനിക്ക് ഐഡിയ അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വേറൊരു ടബാണിത്. ഇത് വന്നിട്ട് വൈറ്റ് പിയോണിയുടെ ട്യൂബറാണ്. വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ കേട്ടോ വൈറ്റ് പിയോണി. ഇതുപോലത്തെ ഒക്കെ ട്യൂബറാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചിലപ്പം 100 രൂപ അങ്ങനത്തെ ലെവലിൽ കൊടുക്കും കേട്ടോ. പക്ഷെ എനിക്കത് 100% ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല പിടിച്ചിട്ടുണ്ട്. കാരണം കറക്റ്റായിട്ട് പോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചീത്തയാവാനും ചാൻസ് കൂടുതലാണ്. അതൊക്കെ റണ്ണർ എന്നുള്ള രീതിയിലേ പറയാൻ പറ്റത്തുള്ളൂ. ട്യൂബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റാണ് ഞാൻ സൈഡിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്യൂബേഴ്സ്. ട്യൂബർ പോട്ട് ചെയ്യുമ്പോഴത്തേക്കും മെയിനായിട്ട് ശ്രദ്ധിക്കാന്നുള്ളത് അടിയിൽ ഒരു ലെയർ ആട്ടിൻകാഷ്ട അല്ലെങ്കിൽ ആട്ടിൻകാഷ്ട അല്ലെങ്കിൽ ചാണകപ്പൊടി ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കൈപ്പിടി മാത്രം എല്ലുപൊടി ഇട്ട് കൊടുക്കുക. ഡാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 2 സ്പൂൺ ഒക്കെ വേണമെങ്കിൽ ഒരു 2 സ്പൂണ് ഡാപ്പും കൂടെ അടിയിലിട്ട് കൊടുക്കാം. അതിനുശേഷം കല്ലും കട്ടയൊന്നും ഇല്ലാത്ത നല്ല മണ്ണും നോക്കിയിട്ട് അതിൻ്റെ ഒരു ടബിൻ്റെ ഏത് ടബാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു അരഭാഗം അതിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിൽക്കാം എന്നുള്ള രീതിയിൽ വെള്ളം നിറയ്ക്കുക, മണ്ണ് നിറയ്ക്കുക. അതിൽ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റുക. കല്ലുണ്ടെന്ന് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ റണ്ണർ വളർന്നു വരുമ്പോഴത്തേക്ക് അതുങ്ങൾക്ക് ഒരു തടസ്സമായിരിക്കും വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ മണ്ണെടുക്കുക. എന്നിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെളിപ്പരുവാക്കിയതിന് ശേഷം ഈ ട്യൂബറിന് കിടത്തി അതിനുള്ളിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ കിടത്തി അത് പൊട്ടിയുക. എന്നിട്ട് ലൈറ്റായിട്ട് മണ്ണിട്ട് കൊടുക്കുക. ആ ബ്ലോട്ടിപ്പോൾ ഇല വരുന്ന ഭാഗങ്ങൾ മുകളിലേക്ക് നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ടബ് നിറയ്ക്കുക. ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട, ആദ്യം ആ ഒരു ഗ്ലോട്ടിപ്പിൻ്റെ ടിപ്പ് വരുന്ന ഭാഗം വരെ നിറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം നിറച്ച് ഡയറക്റ്റ് വെയിൽ എവിടെയാണ് കിട്ടുന്നത്, ഷെയ്ഡ് ഭാഗത്തൊന്നും വയ്ക്കരുത്. ഡയറക്റ്റ് വെയിൽ നമുക്ക് ഒരു 6-7 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടത്തക്ക രീതിയിലുള്ളത്, നല്ല ഉച്ച വെയിലൊക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്തായിട്ട് താമര പോട്ട് ചെയ്യണം. വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ പൂക്കൾ കിട്ടുന്നതും ഗ്രോത്തും എല്ലാം കുറയും. അപ്പോൾ നമ്മുടെ ബൊഗെയിൻവില്ല അഡീനിയം പോലെ തന്നെ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ താമരയും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്ലേസിലായിട്ട് താമര സെറ്റ് ചെയ്യാം. ഈ വെറൈറ്റീസ് ഒക്കെ നന്നായിട്ട് എപ്പോഴും നന്നായിട്ട് പൂ കിട്ടുന്ന വെറൈറ്റീസാണ് കേട്ടോ. അടിപൊളി വെറൈറ്റീസാണ് എല്ലാം. ഞാൻ അത് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കാണിച്ചു തരുമ്പോൾ ഈ വീഡിയോയിൽ ഫ്ലവറും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഈ താമര പൂക്കളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് കാണുകയാണെങ്കിൽ എല്ലാ പൂക്കളുടെ സൈസും വെറൈറ്റി എങ്ങനെയാണെന്നുള്ളത് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ മേടിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിൻ്റെ നമ്പരും ലിങ്കും നമുക്ക് വാട്സാപ്പിലേക്ക് വരാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും വന്നെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് അപ്ഡേറ്റ് അറിയാനും പുതിയ പ്ലാൻസിൻ്റെ അപ്ഡേറ്റ് ഒക്കെ അറിയാനും ഈസി ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ വഴിയും ജോയിൻ ചെയ്യാം. ഓർഡർ തരുന്നവർക്ക് വാട്സാപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ പറ്റും കേട്ടോ. DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് കൊറിയറാക്കി അയക്കുന്ന
ചെയ്യുന്നത് DTDC 2 ദിവസം, സ്പീഡ് പോസ്റ്റ് 3 to 4 ദിവസം വരെ ടൈം എടുക്കുന്നുണ്ട്. താമരയുടെ ട്യൂബർ ആയതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, അങ്ങനെ ചീഞ്ഞു പോകുക പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കൊറിയർ കിട്ടുന്ന സമയം മുതൽ ഒരു അൺബോക്സിങ് വീഡിയോ ഉറപ്പായിട്ടും എടുത്തു വയ്ക്കേണ്ടതാണ്. എന്തെങ്കിലും കൊറിയർ ഡാമേജ് എന്തെങ്കിലും ട്യൂബറിനുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ അൺബോക്സിങ് വീഡിയോ ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അൺബോക്സിങ് വീഡിയോ ഉറപ്പായിട്ടും എടുത്തു വയ്ക്കണം. പ്ലാന്റ് കിട്ടിയ ഉടനെ തന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത്, ഇപ്പോൾ അന്ന് പോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ട്യൂബർ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ടൈം കിട്ടുന്ന പോലെ പോട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ മെത്തേഡിൽ കറക്റ്റായിട്ട് പോട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിൽ നിന്നും ഒരാൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇതിന് മുന്നത്തെ 2 വീഡിയോയുടെയും സമ്മാനം ആരാണ് വിജയിച്ചത് എന്നുള്ളത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് അറിയിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഓർഡർ ചെയ്തിട്ട് നമ്പർ കിട്ടാത്തവർ, നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നവരിൽ നിന്ന് ഒരാൾക്ക് സമ്മാനമില്ല. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സൊക്കെ ഞാൻ കുറേ പേർക്ക് ഓർഡർ നമ്പർ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പോൾ അതിന് ആ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് ഇടാം. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഒരു താമരയുടെ ട്യൂബറോ അടീനോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്കൊരു സമ്മാനം വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു സൂപ്പർ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബൈ ബൈ.